മാന്യസദസ്സിന് നമസ്കാരം. ചെങ്ങമ്പുഴയുടെ വാഴക്കുല എന്ന കവിതയിൽ നിന്നെടുത്ത ഏതാനും ഭാഗങ്ങളാണ് എന്റെ ഏകാഗ്രത വിഷയമായിരുന്നത്. അനുഗ്രഹിക്കുക, ആശീർവദിക്കുക. എടി അഴകിപ്പന്നെ, നീ നോക്കേ, മാനം തെളിനീരൊഴിക്കാൻ ഇനിയും സമയം ഒത്തിരിയുണ്ട്. ഓ, എന്താ മലയാ പുതിയ ലക്ഷണം പറച്ചില്? അതൊക്കെ ഉണ്ടടി, നീ അത് കണ്ടോ? ഓ, ഒരു വായക്കുഞ്ഞ് കിട്ടിയല്ലോ. വെറും വായക്കുഞ്ഞല്ല, ഞാലിപ്പൂവൻ തമ്പ്രാൻ തന്നതാ. എടാ തേവാ കേളാ കരിവുള്ളവനെ നീലിക്കുഞ്ഞ്, എല്ലാരും വരിൻ. മക്കളെ കണ്ടോ? അപ്പനെ ഈ വായക്കുഞ്ഞ് മുറ്റത്ത് നടാൻ പോവാ. നമുക്ക് ഈ വായക്കുഞ്ഞ് നടാം. എടാ, ഈ ഞാലിപ്പൂവിന്റെ വയറ്റിന് നല്ല രുചിയായിരിക്കും അല്ലേ? ഓ, കൊല വന്നില്ല, അതിനു മുന്നേ കൊതിക്കാതെടാ കൊതിയാ. ഇപ്പൊ കാണാം, അപ്പനെ അരി വാങ്ങാൻ ആർക്കെങ്കിലും വെട്ടിക്കൊടുക്കും. മുട്ടട്ടെ, നിന്റെ കരുതാക്കൊന്നൊന്നും പറയാതെടി. നമുക്കിതിന് വെള്ളം കൊടുക്കാം. തന്താനേ തന തന്താനേ തന്താനേ തന തന്താനേ തന്താനേ തന തന്താനേ തന്താനേ തന തന്താനേ. മലപ്പുലയനീ മാടത്തിൻ മുറ്റത്ത് വന്ന നാളൊരു വാഴ നട്ടേ. തന്നാനേ തന തന്താനേ തന്താനേ തന തന്താനേ. പ്രിയമുള്ളവരെ, അവർ അതിനെ ലാളിച്ചു, തങ്ങളിൽ ഒരുവനെ പോലെ പരിപാലിച്ചു. അവരുടെ മരതാല്ലാസ് പോലെ അതിൽ മരതക്കും പിടിച്ചു വന്നുകൊണ്ടിരുന്നു. ഒരു നാൾ അത് കുലച്ചു വിളഞ്ഞു പാകം. അപ്പം കലവെട്ടുന്നു. എടാതെ അപ്പം കരയും. എന്തിനാ അപ്പ കരയുന്നത്? ഒന്നുമില്ല എന്റെ പൊന്നുമക്കളെ, ഒന്നുമില്ല. മക്കളകത്തു പൊക്കോ. അപ്പ വാഴക്കുല കൊണ്ടുപോകണോ? കൊണ്ടുപോകണം പൊന്നുമക്കളെ, കൊണ്ടുപോകണം. അപ്പം പറഞ്ഞനുസരിച്ച് ഞങ്ങൾ ഇതിനെന്നും നീര് കൊടുക്കുമായിരുന്നു. ഞങ്ങൾ ഇതിനെ പൊന്നുപോലാ നോക്കിയത് അപ്പ. അപ്പനെല്ലാം അറിയാം മക്കളെ, എല്ലാം അറിയാം. തമ്പ്രാൻ കൽപ്പിച്ചു വേറെ വാഴ തരാമെന്ന്, നമുക്ക് വേറെ വാഴ തരാമെന്ന്.